ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിൽ വിടുന്ന വീഡിയോസ്, റീൽസ്, ഷോർട്സ് ഒക്കെ നമുക്ക് വൈറലാക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമുക്കപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് എടുത്തിട്ട് യു ടൂൾസ് എന്ന് സെർച്ച് ചെയ്യാം. അത് മുകളിൽ കാണുന്നതാണ്. അതാണ് നമ്മളെ യു ടൂൾസ് പറഞ്ഞ ആപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി യൂട്യൂബിൽ സാമ്പിളായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാനൊരു വീഡിയോ ഇതിൽ നിന്ന് ഗാലറിയിൽ നിന്ന് എടുത്ത് വിടുകയാണ്. പിന്നെ നമ്മൾ ഈ ആഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ അൺലിസ്റ്റ് ആക്കിയിട്ട് അപ്ലോഡ് എടുക്കുക. അത് നമ്മൾ ഏത് വീഡിയോയിലും അങ്ങനെ തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് യുവർ വീഡിയോസിൽ പോയാൽ നമുക്കവിടെ കാണാൻ കഴിയും ഇത് അപ്ലോഡ് ആവേണ്ടത്. യൂട്യൂബിൽ നിന്ന് നമ്മൾ ബാക്ക് അടിച്ചിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അപ്പോൾ സ്റ്റുഡിയോ ഓപ്പൺ ആകുമ്പോൾ അവിടെ മുകളിൽ തന്നെ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് എഡിറ്റ് എടുക്കുമ്പോൾ ഇതാ ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, ടാഗ്സ് അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കൽ. അപ്പോൾ നമ്മളിനി ഇതിലിപ്പോൾ കൊടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കയറ്റിയ ആപ്പിലേക്കാണ് പോകുന്നത്. അതിൽ നിന്നാണ് നമുക്കുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ തരൽ. അപ്പോൾ ഇതാണ് നമ്മൾ കയറ്റിയ യു ടൂൾസ് എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ അവിടെ താഴെ കാണാം AI കണ്ടൻറ്റ് ജനറേറ്റർ എന്നുള്ള. അവിടെ നമ്മളെ കണ്ടൻറ്റ് എഴുതി കൊടുക്കുക. ഞാൻ ഇവിടെ യൂട്യൂബ് വീഡിയോ എഡിറ്റിംഗ് ടിപ്സ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങളെ വീഡിയോ എന്തിനെ കുറിച്ചാണോ എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഒരു ആഡ്സ് വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഈ ആഡ്സ് കഴിയുന്നത് വരെ. ആഡ്സ് കഴിയുമ്പോൾ നമ്മൾ ഇനി അവിടെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരൽ. മുകളിൽ നമുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ യൂട്യൂബിന് നമുക്ക് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോപ്പി എടുത്തുകൊണ്ട് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ പറഞ്ഞാണ്ട് അവിടെ താഴത്തുണ്ട്. അതിൻ്റെ ഇടയിൽ കീവേഡ്സ് എന്ന് പറയാണ്ടുണ്ട്. നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനും കോപ്പി എടുത്തുകൊണ്ട് അതിലുള്ള യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ നമ്മൾ കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ YT സ്റ്റുഡിയോ എടുത്തിട്ട് ആ ടൈറ്റിൽ അതിലത്തെ ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോലെ ലിങ്ക് വരും. അത് നമ്മൾ റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ റിമൂവ് ചെയ്തു. ടിപ്സ് വരെ ആക്കിയിട്ട് നമ്മൾ ഇനി ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഇതാ കോപ്പി എടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇനി ഇതാ അടിയിൽ ഇവിടുത്തെ വീഡിയോ സ്ക്രിപ്റ്റ് എന്ന് പറയാണ്ടൊരു സംഭവം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കുക. ഇതിൻ്റെ ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ ഞാൻ നോക്കിയപ്പോൾ മുകളിലുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കോപ്പി എടുത്താണ് നമ്മളവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യൂസിങ് യൂട്യൂബ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ റിമൂവ് ചെയ്തു. നമ്മൾ ഈ ആപ്പിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ അടിയിൽ കീവേഡ്സ് എന്നുണ്ടാവും. അത് കോപ്പി എടുത്തിട്ട് നമ്മളിതിൽ അടിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ പേസ്റ്റ് ചെയ്തതിന് ശേഷം മറ്റേ ഭാഗം അതിൽ പറഞ്ഞ മാതിരി റിമൂവ് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടുന്ന് ഹാഷ് ഇട്ടുകൊണ്ട് തുടങ്ങുക. ഈ വീഡിയോൻ്റെ മുന്നിൽ ഹാഷ് ഇട്ടുകൊണ്ട് ഈ എഡിറ്റിംഗ് എന്നുള്ളത് അവിടെയുള്ള ആ സ്പേസ് നമ്മൾ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കൊടുത്ത എല്ലാ ടെക്സ്റ്റും ഇതുപോലെ ഹാഷ് ഇട്ടുകൊണ്ട് ഈ സ്പേസിൽ വരുന്ന ഭാഗം ഡിലീറ്റ് ചെയ്യുക. എന്തിനാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനും ടാഗ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ യൂട്യൂബിന് ഇത് മനസ്സിലാവണം. നമ്മൾ എന്തിൻ്റെ വീഡിയോ ആണ്, എന്തിൻ്റെ കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത് യൂട്യൂബിന് മനസ്സിലായാൽ യൂട്യൂബിൽ ഇത് ഓരോരുത്തർ സെർച്ച് ചെയ്യുന്നുണ്ടാവും ഇങ്ങനത്തെ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ അത് സെർച്ച് ചെയ്യണവർക്ക് യൂട്യൂബ് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കും. അതിനാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനും ടാഗ്സൊക്കെ കാര്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടി പോയിട്ട് ടാഗ്സും കൊടുക്കണം. ആദ്യം നമ്മൾ ഈ യെല്ലോ എംബഡിങ് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം. ഈ യെല്ലോ എംബഡിങ് ഒഴിവാക്കിയാലാണ് നമ്മളെ വീഡിയോ ഒക്കെ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ ഡയറക്റ്റായിട്ട് യൂട്യൂബിലേക്ക് പോകാനാണ് നമ്മൾ ഈ യെല്ലോ എംബഡിങ് ഓഫാക്കേണ്ടത്. അത് ഓഫാക്കിയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ടാഗ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത കീവേഡ്സുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാം. ഇനി അത് വേണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ളത് ഇവിടെ കൊടുത്താൽ മതി. ഇത് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നേരെ ഈ വീഡിയോയിലേക്ക് യൂട്യൂബിൽ കാണിക്കാനാണ്. പിന്നെ ആൾട്ടർഡ് കണ്ടൻറ്റ് എന്നുള്ള ഭാഗം ഉണ്ടാകും. അത് നമ്മൾ നോന്ന് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തമ്പനയിൽ നമ്മൾ തമ്പനയിൽ അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഒരിടം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ യൂട്യൂബിൻ്റെ കേസ് എന്ന് പറയേണ്ടത്.
ഇനി നമ്മൾ ഫേസ്ബുക്കിൽ എങ്ങനെ ഇത് ചെയ്യാമെന്നാണ് നോക്കാൻ വേണ്ടത്. ഫേസ്ബുക്കിലും ഈ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുക. ഡിസ്ക്രിപ്ഷനും പിന്നെ കീവേഡൊക്കെ കോപ്പി എടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ചെയ്യേണ്ടത് കീവേഡ് മാത്രം കൊടുത്താൽ മതി, ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യം വരുന്നില്ല. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ കീവേഡ്സുകൾ ഹാഷ് ഇട്ടാണ്ട് കൊടുക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ യൂടൂൾസ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.